ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കോക്കനട്ട് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഞാനത് ഫ്രയറിൽ വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തായിരുന്നു. അതിൻ്റെ അകത്ത് 4 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറുനാരങ്ങയുടെ പകുതി അതിൻ്റെ നീര്, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് 1/2 കപ്പ് തേങ്ങയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. അതാണ് കോക്കനട്ട് ചിക്കൻ ഫ്രൈ. ഇതിൽ നമ്മൾ എണ്ണയൊന്നും തേക്കുന്നില്ല, വെറുതെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ എണ്ണയിലൊന്നുമല്ല ഫ്രൈ ചെയ്യണത്. ട്രിപ്പ് വെച്ചിട്ടുണ്ട്, ലോങ് വീഡിയോ ആവും. അപ്പോൾ ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. എയർ ഫ്രൈയിൽ വെച്ച് നമുക്കിനി അത് ഒട്ടും എണ്ണ ചേർക്കണ്ട കേട്ടോ. തേങ്ങാപ്പീരി ഉള്ളതുകൊണ്ട് എണ്ണ ഒട്ടും ചേർക്കണ്ട. ഇതിപ്പോൾ ഞാനൊരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഫ്രൈ ആവുള്ളൂ നല്ലപോലെ. ഒരുപാട് ഫ്രൈ ആയി പോയാലും കൊള്ളില്ല. അത് തേങ്ങയൊക്കെ അങ്ങനെ കരിഞ്ഞു. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്യണം. ഇത് ഞാൻ ചെയ്തേക്കണത് ഒന്നും കൂടെ പറയാം. 1/2 കിലോ ചിക്കൻ, 4 സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അരമുറി ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര്, 1 സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് തേങ്ങ. ഇത്രയും മിക്സ് ചെയ്ത് എല്ലാം 1/2 കപ്പ് മിക്സ് ചെയ്തതിന് ശേഷമേ തേങ്ങ ചേർക്കാവുള്ളൂ കേട്ടോ. അതിൻ്റെ എണ്ണയോ ഒന്നും വേണ്ട. അപ്പം നമുക്കിത് ഒന്നും കൂടെ വെക്കാം. ഒരു സൈഡായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉണ്ട്. എല്ലാവരും കാണുന്നുണ്ട്. ഒത്തിരി സന്തോഷം. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും അത്യാവശ്യം എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരും ആരും മോശം കമൻറ്റൊന്നും ഇടാറില്ല. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയണത്. കമൻറ്റൊക്കെ എല്ലാവരും ഹായ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാണ് എല്ലാം ഇടുന്നത്. ഒത്തിരി സന്തോഷം. നമ്മൾ നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്യണുണ്ട്. പ്രായമുള്ള ആൾക്കാരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെ. നല്ല ചിലവർ ഹായ് എന്താടോ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ഹായ് എന്താടോ എന്ന് ചോദിക്കേണ്ട. പിന്നെ ഞാൻ അമ്മയാണ്, പിന്നെ ചേച്ചി നാണ്ടി എന്നൊക്കെ വിളിച്ചായെന്ന് പറയും. നല്ല ഇതാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ആൾക്കാർ കണ്ടു പോകുന്നുണ്ട് നല്ലപോലെ. ലൈക്കും സബ്സ്ക്രൈബ് ഇച്ചിരി കുറവാണ്. അത് ലോങ് വീഡിയോ നമ്മൾ ഇടണമല്ലോ. ലോങ് വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് ജോലിക്കൊക്കെ പോണവരാകുമ്പോൾ ഓടിച്ച് നോക്കിയിട്ടൊക്കെയാണ് പോകും. എന്നാലും കുഴപ്പമില്ല. എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷം ഇത് ചെയ്തു തന്നതിൽ. അപ്പോൾ ഇനിയും എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇത് ചെയ്യണം കേട്ടോ, കോക്കനട്ട് ചിക്കൻ ഫ്രൈ. ഇന്നലെ ഞാൻ മാംഗോ എഗ് കസ്റ്റർഡ് പുഡിങ് ഇട്ടിട്ട് ഒത്തിരി പേര് ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ അധികം ആരും കണ്ടിട്ടില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. 84 പേര് എന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. അപ്പോൾ നമുക്കൊരു 1 സൈഡും കൂടെ ആയി. 1 സൈഡും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് ഇന്നും ഇന്നലെയൊക്കെ നല്ല വെയിലുണ്ടാവും. ആരെങ്കിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുന്നുണ്ടോ? ഉണ്ടാക്കാറുണ്ടോ? കോക്കനട്ടിൻ്റെ ചിക്കൻ ഫ്രൈ ഞാൻ അങ്ങനെ അത്ര കണ്ടിട്ടില്ല ആരും ചെയ്യണത്. നമ്മൾ കുക്കിങ്ങിനോടൊരു ഇഷ്ടമുള്ളത് നമ്മളൊരു ഓരോരോ ഇത് ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എണ്ണയും വേണ്ട. പിന്നെ എല്ലാവരും വീട്ടിൽ എയർ ഫ്രയർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എണ്ണയിൽ തന്നെ പൊരിക്കേണ്ടി വരും. എണ്ണ അധികം
കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇപ്പോൾ എയർ ഫ്രൈ ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ല ഇപ്പം നമ്മൾ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കുള്ളൂ. എണ്ണയിൽ പൊരിക്കുമ്പോൾ ആ കോക്കനട്ടൊക്കെ അങ്ങോട്ട് കരിഞ്ഞു. ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതും ഒരു ഗ്ലാസ് ചൂട് കട്ടൻ ചായ. ആഹാ, നിങ്ങളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ 2 വരി പാട്ടുണ്ട് കേട്ടോ. പാട്ടൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ. അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാനടിഞ്ഞു, കന്നി വെയിൽ പാടത്ത് കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ മറഞ്ഞു. അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാനരിഞ്ഞു. അമ്മമാരൊക്കെ നമുക്ക് ഭയങ്കര ഇതല്ലേ. നമ്മൾ അവരൊക്കെ ഉള്ളപ്പോൾ ഒരുപാട് വഴക്കും പറയും, ചീത്തയും പറയും. അവർ ചെയ്യണമെന്ന് നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അവർ ഇല്ലാണ്ട് അമ്മാവുന്ന ഒരു വിഷമമില്ലേ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു 7 മിനിറ്റ് കൂടെ ആയിക്കഴിഞ്ഞാൽ അത് ഓക്കെയോ. വെച്ചപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇതൊരു ഫ്ലവർ ആക്കാണ്. അപ്പം നമ്മുടെ എയർ ഫ്രയർ ആയിട്ടുണ്ട്. വാവ്, സൂപ്പർ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. ഞങ്ങളൊരു 4 വർഷം ഗൾഫിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ അവിടെ നിന്ന് അത് കൊണ്ടുവന്നതാണ്. പക്ഷെ കൊണ്ടുവന്നപ്പോൾ ഇതിന് നമുക്ക് ഇത്തിരി ഡാമേജ് വന്നു. ഈ പിടി ഇച്ചിരി പൊട്ടി. നമ്മൾ കൊറിയർ അയച്ചപ്പോൾ അവരെ കയ്യിൽ നിന്ന് വീണ് നമുക്ക് സാധനത്തിന്. പക്ഷെ നമ്മളത് 10 ദിവസം ഉപയോഗിക്കാണ്ട് വെച്ചേച്ച് കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ ബോഡി പൊട്ടിയാൽ കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ, ഷോക്കൊന്നും അടിക്കില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. എയർ ഫ്രൈ ഇല്ലെങ്കിൽ നമുക്ക് എണ്ണയൊക്കെ കുറച്ചിട്ടൊക്കെ ചെയ്യാം. ആ കോക്കനട്ട് തേങ്ങ കരിഞ്ഞു പോരുത്, കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. നല്ല ടേസ്റ്റാണ്, ചൂടാണ്.
അപ്പം എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണാം. ടാറ്റ ബൈ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേട്ടോ. അത് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. നല്ല സൗണ്ട്, നല്ല ക്രിസ്പി ആയി. ടാറ്റ ബൈ ബൈ.